ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സെമസ്റ്റർ B-Pharm ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 3 റെഗുലേറ്ററി റിക്വയർമെന്റ് ഓഫ് ഡ്രഗ് അപ്രൂവൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ രണ്ടാമത്തെ ഒരു സെഷനായിട്ട് വരുന്നതാണ് യൂണിറ്റ് 3 റെഗുലേറ്ററി റിക്വയർമെന്റ് ഓഫ് ഡ്രഗ് അപ്രൂവൽ. അതിൽ എന്താണ് ഡ്രഗ് ഡെവലപ്മെന്റ് ടീം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നൗ വി വിൽ ഗിവ് മോർ എംഫസിസ് ഓൺ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെന്റ്. അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിൽ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് റെഗുലേറ്ററി റിക്വയർമെന്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററി അഫെയർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെഗുലേറ്ററി അഫെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തുള്ള എല്ലാ റെഗുലേറ്ററി അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ലോസും ആക്ടും ഒരു മാനുഫാക്ചറർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ആ മാനുഫാക്ചറർ ഫോളോ ചെയ്യുന്നതിനുള്ള ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്ത് അതിനനുസരിച്ച് ആ ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു റിസർച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്, പുതുതായിട്ടുള്ള ഡ്രഗ് ആണെങ്കിൽ അതിന് മാർക്കറ്റിൽ അതിന് വേണ്ട അപ്രൂവൽ വാങ്ങാനുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെയും റെഗുലേറ്ററി റിക്വയർമെന്റ്സിനെ കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സമയത്ത്, റെഗുലേറ്ററി റിക്വയർമെന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡിഫറെന്റ് കൺട്രീസിലും ഡിഫറെന്റ് രീതിയിലുള്ള റെഗുലേറ്ററി പ്രൊസീജിയേഴ്സുകളും റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളും ആണുള്ളത്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഒരു സെയിം റെഗുലേറ്ററി അപ്രോച്ചിൽ നമുക്ക് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ രാജ്യത്തും അത് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് അത് നമുക്ക് ഒരിക്കലും ഒരുപോലെ ആക്കാൻ പറ്റില്ല. കാരണം അതാത് രാജ്യത്തിന്റെ ചില സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ റെഗുലേറ്ററി റിക്വയർമെന്റ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതാത് രാജ്യത്തുള്ള മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ റെഗുലേറ്ററി റിക്വയർമെന്റ്സിൽ ഇങ്ങനെ 4-5 ടേംസുകൾ പറയും. അപ്പൊ ആ ടേംസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ആദ്യത്തെ ടേം ആണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണോ യുണൈറ്റഡ് സ്റ്റേറ്റില് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, അതിന് പകരമായിട്ട് UK യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു application ആണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ഡ്രഗ് മാനുഫാക്ചറർ സീക്കിംഗ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ that is the permission to bring a medical product, which may be a new medical products or generic medicine to an market. ഓക്കെ, അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഇപ്പോൾ ഇവിടെ MHRD എന്ന് പറയും, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UK മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് റെഗുലേറ്ററി ഏജൻസിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷന്റെ പേരാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ MAA എന്ന് പറയുന്നത്. This is also approved in Europe also. Committee of Medical Product for Human Use എന്ന് പറഞ്ഞ ഏജൻസിയും ഇതേ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ തന്നെയാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. യൂറോപ്പിൽ മൊത്തമായിട്ട് അവർ പുതുതായിട്ടൊരു മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സെൻട്രലൈസ്ഡ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ. ഓക്കെ, യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലുള്ള എല്ലാ രാജ്യത്തും, അതായത് യൂറോപ്യൻ മെമ്പർ സ്റ്റേറ്റുകളായിട്ടുള്ള ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, റിപ്പബ്ലിക് ഓഫ് ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഇങ്ങനെയുള്ള ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇതുപോലെയുള്ള യൂറോപ്യൻ മെമ്പർ സ്റ്റേറ്റിലൊക്കെ ഇത് ഡോക്യുമെന്റ് മീൻസ് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അപ്ലിക്കേഷന്റെ പേരാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് US ഇല്ലെങ്കിൽ ഇന്ത്യയിൽ, US FDA ആണ് റെഗുലേറ്ററി അതോറിറ്റി. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്താണോ അതിന് പകരമായിട്ട് UK യൂസ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്നുള്ളതാണ്. നമ്മളൊരു ടേം പറയുന്ന സമയത്ത് അടുത്തൊരു ടേം കയറി വന്നു, മാർക്കറ്റിംഗ് ഓതറൈസേഷൻ.
So this is a process of reviewing and assessing the evidence to support a medical product such as drug in relation to its marketing, finalized by granting of a license to be stored. അപ്പോൾ ഒരു റിവ്യൂയിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ. മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതാത് ഏജൻസികൾ നടത്തുന്ന റിവ്യൂ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. So what is the importance of this marketing authorization? This is a legal framework defining requirement necessary for the successful application to the regulatory authorities, like അതിന് വേണ്ട assessment procedures like quality, efficacy, safe criteria. ഇതിനൊക്കെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും പറയാനുള്ള മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് UK-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ആണ്. അതിന് പകരമാണ് ഇന്ത്യയിൽ നമ്മൾ NDA എന്ന് പറയും, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ US-ലും അത് തന്നെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. യൂറോപ്യൻ കൺട്രീസിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ പേര് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ എന്നാക്കി മാറ്റും. ഇനി മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ, ഓക്കെ, അപ്ലിക്കേഷന് ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ആ ഫോർമാറ്റിന്റെ പേരാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്. അടുത്ത ടേം ആണ് നമ്മളെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു സാധനമാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട അപ്ലിക്കേഷന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഡോക്യുമെന്റ് ഹാർഡ് കോപ്പിക്ക് പകരം ഈ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയും. ഓക്കെ, കോമൺ അടുത്ത ടേം എന്ന് പറയുന്നത് തന്നെ അതാണ്, കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയും. റെഗുലേറ്ററി റിക്വയർമെന്റിൽ വരുന്ന അടുത്തൊരു ടേം ആണ്. സോ ഇറ്റ്സ് എൻ സെറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ അപ്ലിക്കേഷൻ ഡോസിയർ അല്ലെങ്കിൽ ഡോസിയർ. അപ്ലിക്കേഷൻ ഡോസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി NDA അല്ലെങ്കിൽ ജനറിക് ഡ്രഗ് അപ്ലിക്കേഷൻസുകളൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ അക്കമ്പനിയിങ് ആയിട്ടുള്ള ഡോക്യുമെന്റിന്റെ സെറ്റിനെയാണ് നമ്മൾ ഈ application dossier എന്ന് പറയും. So it's a set of specification for application dossier for NDA or GDA or MAA, marketing authorization application. Okay, for registration of the medicine and designed to used across the Europe, Japan and United States. ഈ പറയുന്ന യൂറോപ്പിലും ജപ്പാനിലും യുണൈറ്റഡ് സ്റ്റേറ്റിലും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന കണ്ടന്റ് ആൻഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷനെയാണ് നമ്മൾ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. So this is an internationally accepted, agreed format for the preparation of application regarding new drugs to be submitted to the regional regulatory authority. First of all, it was developed by European Medical Agency and the FDA also. ഇപ്പൊ ഇവരെല്ലാരും കൂടി നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. So this is maintained by International Council for Harmonization. അപ്പൊ അടുത്ത വരാൻ പോകുന്ന ഒരു ടേമാണ് ICH എന്ന് പറയുന്നത്. എന്താണ് ICH എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ ബേസിക് ആയിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഇന്ത്യ, ഇതൊക്കെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റീസുകളുണ്ട്. ഇവർക്കും അവരുടേതായിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളുണ്ട്. ഇതിനെല്ലാം കൂടി ഒന്ന് ഒരുപോലെ ആക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൗൺസിൽ എന്ന പേരാണ് ICH എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ. ഇപ്പൊ ഈ പറഞ്ഞ ടേംസുകൾ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേംസുകളൊക്കെ ഇനിയും പല സ്ഥലങ്ങളിലും നിങ്ങൾ കേൾക്കും. അപ്പൊ അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യം MAA എന്ന് പറഞ്ഞ ടേം നമ്മൾ പറഞ്ഞു, മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ. UK-ൽ യൂസ് ചെയ്യുന്ന NDA, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനെ പറയുന്ന പേരാണ് MAA എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ആ റിവ്യൂ പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞു. ഇനി അവിടെ അതിന് വേണ്ട സ്പെസിഫിക് സെറ്റ് ഓഫ് ഫോർമാറ്റ് അല്ലെങ്കിൽ കണ്ടന്റിനെയാണ്, സ്പെസിഫിക്കേഷൻസിനെയാണ് നമ്മൾ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു. ഈ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ്
ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ്, USA, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിമിലർ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹോർമോണൈസേഷൻ അല്ലെങ്കിൽ ICH എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ആയിട്ടുള്ള പേര് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹോർമോണൈസേഷൻ ഓഫ് ടെക്നിക്കൽ റിക്വയർമെന്റ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഫോർ ഹ്യൂമൻ യൂസ് എന്നുള്ളതാണ്. Okay, so it's an initiative that brings together the regulatory authorities and pharmaceutical industry to discuss the scientific and technical aspects of pharmaceutical product development and registration. Okay, അപ്പൊ അതാണ് ICH എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഒരു ടേം എന്ന് പറയുന്നത്, ICH എന്ന് പറയുന്നത്. Okay, ഇനി അടുത്ത ടേം ആണ് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ. US-ലും ഇന്ത്യയിലും ഒക്കെ ഒരു ഡ്രഗ് മാർക്കറ്റിലോട്ട് എത്തണമെങ്കിൽ കിട്ടേണ്ട അപ്ലിക്കേഷനെയാണ് നമ്മൾ NDA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ. ഇറ്റ്സ് ആൻ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ദ പെർമിഷൻ ടു ദ മാർക്കറ്റ് എ ന്യൂ ഡ്രഗ്. And to obtain this permission, sponsor must submit the preclinical and clinical test data for analysis, for analyzing the drug information and description of the manufacturing procedure. Okay, so that is the new drug application. സോ വൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളത് പറയും. അത് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഡ്രഗ് ഡിസ്കവറി കഴിഞ്ഞു, പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി, അത് സക്സസ്ഫുൾ ആണ്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുക്കും. ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുത്തു കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് phase 1, phase 2, phase 3 ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള പെർമിഷൻ കിട്ടും. അത് കഴിയുന്ന സമയത്താണ് നമ്മൾ NDAയുടെ അപ്ലിക്കേഷൻ കൊടുക്കുക. സോ വൺസ് വി അപ്ലൈഡ് ഫോർ NDA ഫോർ റെഗുലേറ്ററി അതോറിറ്റി, അവരതിനെ NDA application receive ചെയ്ത് കഴിഞ്ഞാൽ they will undergo a technical screening, and this process of evaluation is made to ensure that sufficient data and required information has been submitted to each area justifying the filling the application form of NDA new drug application. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരൊരു റിവ്യൂ, ടെക്നിക്കൽ സ്ക്രീനിങ് നടത്തും. അങ്ങനെ ടെക്നിക്കൽ സ്ക്രീനിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ there are 3 different types of possible action. Either it may be not approval. So if our data is deficient, നമുക്ക് കൊടുക്കേണ്ട ഡാറ്റ കുറവാണ്, റീസൺസുകളൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ they will not accept it, they will not approve for marketing. So that is the first action. Second one, approvable. In this means drug can be approved, but there are some minor deficiency. കുറച്ച് മൈനർ ഡെഫിഷ്യൻസീസുകൾ ഉണ്ട്, എന്നാലും അവർ അപ്രൂവൽ തന്നിട്ടുണ്ട്. ആ ഡെഫിഷ്യൻസീസുകൾ റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ഡിലേയോട് കൂടിയിട്ടാണെങ്കിലും നമുക്കതിനെ അപ്രൂവ് ചെയ്ത് കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് അപ്രൂവൽ. സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കൊടുത്തു, കറക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് NDA അപ്രൂവൽ കിട്ടും. NDA അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഓക്കെ, സോ ദീസ് ആർ സം ടേംസ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട അപ്ലിക്കേഷന്റെ പേരാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ടു ഇനീഷ്യേറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ. ആഫ്റ്റർ ദ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി ടു ഇനീഷ്യേറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ. ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആദ്യത്തെ അപ്ലിക്കേഷന്റെ പേരാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി കഴിഞ്ഞു, ക്ലിനിക്കൽ സ്റ്റഡി 3rd ഫേസ് വരെ കഴിഞ്ഞു, അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, അതിൽ എഫിക്കസി ആൻഡ് സേഫ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ഫോർ NDA ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ടു ഗെറ്റ് ഇൻ ടു മാർക്കറ്റ്. ഓക്കെ, നൗ there are some other like AND, abbreviated new drug application, which is made for genetic drugs. Okay, then BLA, sorry, this is generic drugs, അങ്ങനെ തന്നെ വായിച്ചോളാം. ജനറ്റിക് ഡ്രഗ് അല്ല, ജനറിക് ഡ്രഗ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. then BLA, ബയോളജിക്കൽ ലൈസൻസിങ് ഡ്രഗ്. ബയോളജിക്കൽ പ്രൊഡക്ട്സിനും ഇതുപോലെ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനെയാണ് നമ്മൾ ബയോളജിക്കൽ ലൈസൻസ് അപ്ലിക്കേഷൻ. ഓക്കെ, നോ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്, കാരണം നമ്മൾ ഇനി അടുത്ത് കടക്കാൻ പോകുന്നത് നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിലോട്ടാണ്. എന്താണ് ഡ്രഗ് ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ന്യൂ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ടു ദ മാർക്കറ്റ് വൺസ് ലീഡ് കോമ്പൗണ്ട് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ത്രൂ ദ പ്രോസസ് ഡ്രഗ് ഡിസ്കവറി. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസും അതുപോലെ
പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുക്കണം, ദെൻ ക്ലിനിക്കൽ സ്റ്റഡീസ്, ദെൻ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, ദെൻ FDA റിവ്യൂ ആൻഡ് ഡിസിഷൻ, ഫൈനലി phase 4 അല്ലെങ്കിൽ പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡീസുകളൊക്കെ നടക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബേസിക് റിസർച്ച് എത്ര സമയം കൊണ്ടാണ് നടക്കുക, അത് കഴിഞ്ഞാൽ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ്. നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിലോട്ടാണ് വരാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ബേസിക് റിസർച്ച് നടത്തി ചിലപ്പോൾ ഡ്രഗ് ഡിസ്കവറി നടത്തുന്ന സമയത്ത് 5,000 to 20,000 വരെയുള്ള മോളിക്യൂൾസുകൾ, ലീഡ് മോളിക്യൂൾസുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാം ത്രൂ ഡിഫറെന്റ് CAD പോലെയുള്ള ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട്. ഇനി അത് നമ്മൾ കെമിക്കലായിട്ട് സിന്തസിസ് ചെയ്ത് ഒരു പ്രീ ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് മേ ബി 250 മേ ബി അപ്രൂവ്, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കും എഫിക്കസിയും സേഫ്റ്റിയും കാണിച്ചിട്ടുണ്ടാവുക. ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കൊരു ഡ്രഗ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ മോയിറ്റി കിട്ടി, അല്ലെങ്കിൽ ലീഡ് മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനാദ്യം നമ്മൾ പ്രീ ഫോർമുലേഷൻ എത്രത്തോളമാണ്, അതിന്റെ ഫിസിയോ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിന്റെ സോളുബിലിറ്റി എന്താണ്, പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എന്താണ്, ലൈപ്പിഡ് സോളിബിൾ ആണോ, അത് ഏത് കാറ്റഗറി ഓഫ് ഡ്രഗ് ആയിട്ട് വരും, നിങ്ങൾ ബയോഫാമിൽ പഠിക്കുന്ന ഏത് BCS ക്ലാസിഫിക്കേഷനിൽ വരും, ഇങ്ങനെയുള്ള പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് നടത്തേണ്ടതുണ്ട്. ദെൻ അതിനെ സിന്തസിസ് ചെയ്യേണ്ടത്, കെമിക്കലായിട്ട് സിന്തസിസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ദെൻ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തണം, ഇനീഷ്യൽ ഫോർമുലേഷൻ നടത്തണം. ലൈക്ക് നമുക്ക് ഏത് ഡോസേജ് ഫോമിലോട്ടാണ് അത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുക, ബേസ്ഡ് ഓൺ ദ പ്രീ ഫോർമുലേഷൻ സ്റ്റഡി. അപ്പോൾ അത് ഓറൽ റൂട്ടിൽ അബ്സോർബ് ചെയ്യാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പാരന്റൽ റൂട്ടിലോട്ട് പോകണം. അതല്ല ലൈപ്പിഡ് സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈലി ഹയണൈസിങ് ഡ്രഗ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓറൽ റൂട്ടിൽ കൊടുക്കാം. അപ്പോൾ അത് ടാബ്ലറ്റ് വേണോ ക്യാപ്സ്യൂൾ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ദെൻ അതിന്റെ മെത്തേഡ് ഡെവലപ്പ് ചെയ്യണം, അതിനെ വാലിഡേറ്റ് ചെയ്യണം, സ്റ്റെബിലിറ്റി ആൻഡ് ഡീഗ്രേഡേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫാർമക്കോ കൈനറ്റിക്, ഫാർമക്കോ ഡൈനാമിക് പാരാമീറ്റേഴ്സുകൾ പഠിക്കുന്നത്, ഡോസ് റേഞ്ച് പഠിക്കുന്നത്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിന്റെ സമയത്താണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. അതായത് ഫാർമക്കോളജിക്കൽ ആയിട്ട് ആ ഡ്രഗിന് എന്ത് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അനിമൽസ് യൂസ് ചെയ്തിട്ട്, ഓക്കെ, ഹ്യൂമൻ വളണ്ടിയേഴ്സിലോട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ അനിമൽസ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ അസസ്മെന്റ് ഓഫ് പൊട്ടൻഷ്യൽ ന്യൂ ഡ്രഗ് ഇൻ animal model in order to establish that drug is safe and efficacious before administering to the human volunteers. ഇപ്പോൾ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അനിമൽസിൽ അത് സേഫ് ആണ്, അത് എഫിക്കസി ആണ് ഉള്ളതാണ് എന്ന് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫാർമക്കോളജിക്കൽ ആസ് വെൽ ആസ് ടോക്സിക്കോളജിക്കൽ അസസ്മെന്റിനെ പറയുന്ന പേരാണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. And this is a very complex and time consuming process and which is also regulatory driven. വെറുതെ ഒരു സംഗതി അങ്ങ് നടത്തുക എന്നുള്ളതല്ല. ഈവൻ അനിമൽ സ്റ്റഡീസ് ആണെങ്കിൽ പോലും അതിനും there are some ethical committees. വെറുതെ ഒരു അനിമലിനെ നമുക്ക് സാക്രിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഒരു അനിമൽസിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ലാത്തതാണ്. അനിമൽ സ്റ്റഡീസ് നടത്താനാണെങ്കിൽ പോലും there are some regulatory procedures. And usually this non-clinical drug development can be done either in vitro or in vivo in accordance with the guidelines of good laboratory practice. Again, GMP യുടെ ഭാഗമായിട്ടുള്ള ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിൽ പറയുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമേ ഈ പറയുന്ന സ്റ്റഡീസ് നടത്താൻ പറ്റുള്ളൂ. So while performing the non-clinical drug development studies അല്ലെങ്കിൽ pre-clinical studies, ആഫ്റ്റർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ് കോമ്പൗണ്ട്, ചിലപ്പോൾ നമ്മൾ ക്ലിനിക്കൽസ് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയ ലീഡ് കോമ്പൗണ്ടിൽ അത് ബേസിക് ആയിട്ടുള്ള അതിന്റെ കാൻഡിഡേറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ലൈക്ക് ഡസ് ഇറ്റ് വർക്ക്, അതായത് നമ്മൾ ഈ ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഫാർമക്കോളജിക്കൽ എഫക്റ്റ് അതിന് കിട്ടുന്നുണ്ടോ, ഈസ് ടു ഹാവ് ആൻ അസസ്മെന്റ് ഓഫ് എഫിക്കസി, അതിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള എഫിക്കസി ഉണ്ടോ എന്നുള്ളത്.
and how will it delivered and how will the body react. ഫാർമക്കോകൈനറ്റിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സുകൾ നമ്മൾ ഏത് റൂട്ടിൽ കൊടുക്കണം, എത്രത്തോളം അത് അബ്സോർപ്ഷൻ നടക്കും, എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ആൻഡ് തേർഡ് വൺ വി വിൽ ഗോ ഫോർ ദ സേഫ്റ്റി, ഈസ് ഇറ്റ് സേഫ്, ടോക്സിക്കോളജിക്കൽ ആൻഡ് സേഫ്റ്റി സ്റ്റഡി നമ്മൾ നടത്തും. ആൻഡ് ഈസ് ദ മാനുഫാക്ചറബിൾ, വയബിൾ ആൻഡ് കൺട്രോളബിൾ. ആ സമയത്തിൽ നമുക്കൊരു മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഈ പറഞ്ഞ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലാണോ, അതല്ലെങ്കിൽ അത് കൺട്രോളബിൾ അല്ലാത്ത രീതിയിലാണോ, കൺട്രോളബിൾ ആണോ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ, ഓഫ് കോഴ്സ് ആസ് ദ ക്ലിനിക്കൽ സ്റ്റഡീസ് പോലെ തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റ്സുകളും കുറച്ച് റൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. യൂഷ്വലി എവറി കമ്പനി ഹാവ് ദെയർ ഓൺ SOPs, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർക്ക് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. Along with they have to follow the good clinical practice provisions. Guidelines can be consulted at the European Medical Agency. EMA വെബ്സൈറ്റിലുള്ള ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രൊവിഷനും കൂടി ഫോളോ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സുകളൊക്കെ നടത്തുന്നത്. ഓക്കെ, now coming to the different types of non-clinical drug development. ഡ്രഗ് നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റിനെ നമുക്ക് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻസിലിക്കോ, ഇൻവൈവോ ആൻഡ് ഇൻവിട്രോ. ഓക്കെ, ഇതിൽ ഇൻവൈവോ ഇൻവിട്രോ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ഇൻസിലിക്കോ എന്ന് പറയുന്നത് ഇഫ് വി ഹാവ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡാറ്റ, പ്രീവിയസ് ഡാറ്റ ഒക്കെ ഉണ്ട് ബേസ്ഡ് ഓൺ ദെയർ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ യൂസ് ദ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സിമുലേഷൻ ഫോർ പ്രെഡിക്റ്റിംഗ് ദ ടോക്സിക്കോളജിക്കൽ പ്രൊഫൈൽ ഓഫ് ദ പ്രൊഡക്റ്റ് യൂസിങ് ഇറ്റ്സ് കെമിക്കൽ സ്ട്രക്ചർ. അപ്പോൾ SAR, QSAR എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു ബേസിക് ആയിട്ടുള്ള റിങ്ങും അതിന്റെ മുകളിലുള്ള ഗ്രൂപ്പുകളും ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളൊക്കെ മാറുന്നതിനനുസരിച്ച് എന്ത് ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ആൻ കൺഫർമേറ്ററി ടെസ്റ്റ്, വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് by using in silico. Now second one is in vivo. So that it is an word from Latin which means within the living. അപ്പോൾ ലിവിങ് ആയിട്ടുള്ള ഒരു അനിമൽസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുക, മീൻസ് എക്സ്പെരിമെന്റേഷൻ യൂസിങ് ഓൾ ലിവിങ് ഓർഗാനിസം. ടിഷ്യൂ മാത്രമല്ല നമ്മൾ എടുക്കുന്ന ഓർഗാനിസത്തിന് അനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുക. സോ ഫോർ പെർഫോമിംഗ് ഇൻ വൈവോ സ്റ്റഡീസ് വി മേ യൂസ് rodent animals like mice, rat, and non-rodent animals like guinea pig, dogs and monkey. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അനിമൽസുകളാണ് സാധാരണഗതിയിൽ അനിമൽ മോഡൽ ആയിട്ട് ഇൻവൈവോ ടെസ്റ്റിങ്ങിനുള്ള അനിമൽ മോഡലുകളായിട്ട് യൂസ് ചെയ്യും. Now third one is in vitro. Its word meaning is within the glass. So we will take a tissue or cell from the animal to an outside world, to a glass vessel or something. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത്. ഇൻ വിട്രോ പുറത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്, ബോഡിയുടെ അകത്തല്ല. ആ ടിഷ്യൂനെ നമ്മൾ എടുക്കുന്നുണ്ട്, ആ ടിഷ്യൂ നമ്മൾ ഒരു കൺട്രോളബിൾ എൻവിറോൺമെന്റിൽ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ലൈക്ക് സെൽ ലൈൻ, ഐസൊലേറ്റഡ് ടിഷ്യൂ കൾച്ചർ, ഇങ്ങനെയുള്ള സെൽസുകളൊക്കെയാണ് സാധാരണഗതിയിൽ ഇൻവിട്രോ മോഡലായിട്ട് നമ്മൾ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ, നൗ ഇൻവിട്രോ ആൻഡ് ഇൻവൈവോ. അതിൽ ഇൻവിട്രോ സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറെ അധികം ഡാറ്റാസ് എന്ന് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ physical and chemical properties like lipophilicity, whether the drug is soluble in lipid or they are soluble in aqueous solution. അതിന്റെ ഒരു സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ ആണ് ലോഗ് പി പാർട്ടീഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയും. ദെൻ സോളിബിലിറ്റി, ദെൻ കെമിക്കൽ സ്റ്റെബിലിറ്റി, PKa വാല്യൂ കൂടുന്ന സമയത്ത് they will be highly reactive, so instability ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ദെൻ മെറ്റബോളിക് സ്റ്റെബിലിറ്റി, ദെൻ ഹെപ്പാറ്റിക് ക്ലിയറൻസ്, then interaction between the substance with some other drugs like enzyme inducers as well as enzyme inhibitors. Then physiological characteristics, will they have any plasma protein binding, then permeability through the different membranes. All this can be done in vitro. നമുക്ക് ബോഡിയുടെ പുറത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ ടെസ്റ്റുകളാണ് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു മെംബ്രെയിൻ യൂസ് ചെയ്തിട്ട് അതിലൂടെയുള്ള പെർമിയബിലിറ്റി നമുക്ക് പുറത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്.
ഇനി ഏതെങ്കിലും ഒരു പ്രോട്ടീനുമായിട്ട് ഈ ഡ്രഗിന് പ്രോട്ടീൻ ബൈൻഡിങ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ വിട്രോ സ്റ്റഡീസ് നടത്തി കഴിഞ്ഞാൽ തന്നെ കണ്ടെത്താൻ പറ്റും. In vivo studies, we will perform for two kinds of parameters. First one is pharmacokinetics and second one is toxicokinetics. Okay. അപ്പോൾ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ഷൻസ് അതിന് ഉണ്ടാവുന്നുണ്ടോ. അപ്പോൾ ഓഫ് കോഴ്സ് വി വിൽ മെഷർ ദ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്. ഒരു അനിമൽസിൽ ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ ബ്ലഡ് സാമ്പിൾ എടുത്ത് ബ്ലഡിൽ പ്ലാസ്മയിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ബയോഫാമിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഫാർമക്കോകൈനറ്റിക് പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏരിയ അണ്ടർ ദ കർവ്, സി മാക്സ്, ടി മാക്സ്, ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, ക്ലിയറൻസ് വാല്യൂ, ദെൻ ഹാഫ് ടൈം, ടി ഹാഫ് വാല്യൂ, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സുകളൊക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കാം. Then biodisposability and bioavailability and linearity, metabolization, different route of excretion, all this can be studied using in vivo study for the pharmacokinetic profile. And in case of toxicokinetic studies, അതിന്റെ അഡ്വേഴ്സ് എഫക്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ. അപ്പോൾ അതിലും നമുക്ക് ഇതുപോലെ തന്നെ സി മാക്സ്, ടി മാക്സ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലിയറൻസ്, ബയോഡിസ്പോസിബിലിറ്റി, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിന് പഠിക്കാൻ പറ്റും. ഓക്കെ. നോ കമ്മിങ് ടു ദ കമ്പോണൻസ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഈ ഒരു ക്ലിനിക്കൽ സ്റ്റഡി നമ്മൾ ഫാർമക്കോളജിക്കൽ ബേസ് ചെയ്തിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ there are different components for pharmacological evaluation like selectivity testing, pharmacological profiling, testing animals model of disease and safety pharmacology. അപ്പോൾ എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെലക്റ്റീവ് ടെസ്റ്റിംഗ്. അപ്പോൾ സെലക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡ്രഗ്, പുതുതായിട്ടൊരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഡിസ്കവർ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വിൽ ദേ ഹാവ് എനി ആന്റി മൈക്രോബിയൽ ആക്ഷൻ, വിൽ ദേ ഹാവ് എനി ആന്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ. സ്പെസിഫിക് ആയിട്ട് അതിനെ സെലക്റ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫാർമക്കോളജിക്കൽ അപ്രോച്ചിലെ ഫസ്റ്റത്തെ വൺ സെലക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ഫോർ സെലക്ടിവിറ്റി ആസ് വെൽ ആസ് ബൈൻഡിങ് അസ്. ഓക്കെ. Now second one is pharmacological profiling, which will include determination of pharmacodynamic effects of new compound by in vitro models like tissues or cell lines, or by in vivo models like animals, normal animals and animal model of disease. അതിലൊക്കെ നമ്മൾ ഫാർമക്കോളജിക്കൽ പ്രൊഫൈൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ്. ഇനി എന്തിനാണ് ഈ ഫാർമക്കോളജിക്കൽ പ്രൊഫൈൽ നടത്തുന്നത് എന്നുള്ളതാണ്. ദ മെയിൻ എയിം ഓഫ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈൽ ഈസ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഡു ദ മോളിക്കുലാർ ആൻഡ് സെല്ലുലാർ എഫക്ട് മെഷേർഡ് ഇൻ ദ സ്ക്രീനിങ് assay actually give rise to the predicted pharmacological effect, intact the tissue as well as all animal. ഇപ്പൊ നമ്മളൊരു ഇൻ വൈവോ സ്റ്റഡി ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത്, നമ്മൾ തുടക്കത്തിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് ഇന്നതിന് ഇന്ന എഫക്റ്റ് കിട്ടുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചതിന് അതനുസരിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡസ് ദ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ദ എഫക്ട് ഇൻടാക്ട് ടിഷ്യൂ ആൻഡ് ഹോൾ animal not associated with the action on its principle of molecular target. നമ്മൾ കൊടുത്ത ഡ്രഗിന്റെ അത്ര എഫക്റ്റ് തന്നെയാണോ, അതല്ല നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മോളിക്കുലാർ ടാർജറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ആക്ഷൻ ആണോ. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ഏതെങ്കിലും ഒരു റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ നമ്മള് ഡ്രഗ് തന്നെ അവിടെ ആക്ട് ചെയ്യണമെന്നില്ല. നമ്മളെ ബോഡിയിലുള്ള ഏതെങ്കിലും ന്യൂറോ ട്രാൻസ്മിറ്റർ ആ റിസപ്റ്ററിൽ ആക്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ എഫക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മോളിക്കുലാർ ടാർജറ്റിന്റെ എഫക്റ്റ് കൊണ്ടല്ല ആ എഫക്റ്റ് കിട്ടിയിട്ടുള്ളത്, ഈ കോമ്പൗണ്ട് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. And is there any correspondence between the potency of the drug at the molecular level, tissue level and whole the animal level? അത് തമ്മിൽ ഒരു ലീനിയാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഓരോന്നിനും ഓരോ എഫക്റ്റ് ആണോ, അതെല്ലാം സെയിം ആയിട്ടുള്ള എഫക്റ്റ് ആണോ കിട്ടുന്നത്. Does in vivo duration of action match with the pharmacokinetic parameters of the drugs? നമ്മൾ ഇൻവിട്രോ ആയിട്ടുള്ള സ്റ്റഡീസും ഇൻവൈവോ സ്റ്റഡീസും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇൻവൈവോ ആയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് എനി ഡ്രഗ് അത് നമ്മൾ ഫാർമക്കോകൈനറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. And what happen if the drug is continuously or repeatedly given to an animal over course of day or week?
അപ്പൊ അതിനുള്ള ഒരു ആൻസർ കിട്ടണം. നമ്മൾ ഒരു പ്രൊലോങ്ഡ് ടൈം കൊടുക്കുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ആണോ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. Does it lose its effectiveness or reveal the effect not seen on acute administration, and whether there is any rebound after the effect when it is stopped? ഒരു ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ടാക്കിഫൈലാക്സിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു റിപ്പീറ്റഡ് ഡോസിൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ എഫക്റ്റും ഇല്ലാത്തൊരവസ്ഥ വരുന്നതിനാണ് ടാക്കിഫൈലാക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ കേസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊലോങ് ഒരു 1 വീക്ക് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുന്ന സമയത്ത് റീബൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്ത എഫക്റ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊപ്പനലോളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പ്രൊപ്പനോൾ ഡ്രഗ് കഴിച്ചിരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതുപോലെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? നമ്മൾ പ്രഷർ കൊടുക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് ആയിരുന്നു, പെട്ടെന്നൊരു ദിവസം നമ്മൾ ആ ഡ്രഗ് നിർത്തുന്ന സമയത്ത് ഇതുവരെ കുറഞ്ഞിരുന്ന പ്രഷർ ഒറ്റയടിക്ക് തിരിച്ചു കയറുക, അതിനാണ് റീബൗണ്ട്. അപ്പൊ ഇതുപോലത്തെ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇതിനൊക്കെ ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണഗതിയിൽ അനിമൽ ഫാർമക്കോളജീസ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. ആ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേസുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റബോളിക് പാത്വേയിൽ കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യൽ കൺഫർമേഷൻ ദാറ്റ് ദ മോളിക്കുലർ ടാർഗറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിക് പാത്വേ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ എഫക്ട് ഓഫ് ലീഡ് കോമ്പൗണ്ട് ഓൺ ദ ഡിസീസ് പ്രോസസ് ടു ബി കോറിലേറ്റ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് കോമ്പൗണ്ട് നീഡഡ് ടു അച്ചീവ് ദ എഫക്ട്. ഫാർമക്കോകൈനറ്റിക് ആയിട്ട് ഇൻവിട്രോ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതും ഇൻവോയ്വ് ആയിട്ട് കിട്ടിയിരിക്കുന്നതുമായിട്ടുള്ള എഫക്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് നമ്മൾ ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിനെ രണ്ടായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആൻഡ് സെക്കൻഡ് വൺ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി. ഇതിൽ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിനെ അഗൈൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഡ്രഗ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നടത്തുന്ന റിസർച്ചിനെയാണ് നമ്മൾ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. So all this research pharmacological studies has to be performed as per the good laboratory practice standard. And there are two types of pharmacological study: primary research pharmacological study and secondary research pharmacological study. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ഡ്രഗിന് ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ആക്ഷൻ ഉണ്ടാവാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷൻ, അതാണ് പ്രൊപ്പോസ്ഡ് തെറാപ്യൂട്ടിക് യൂസ് എന്ന് പറയും. നമ്മളൊരു എഫക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ എഫക്റ്റ് തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്റന്റ് ചെയ്യാത്ത വേറൊരു ആക്ഷൻസും കൂടി അതിനുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി വിച്ച് ആർ മെയിൻലി റിലേറ്റഡ് ടു ദ പ്രൊപ്പോസ്ഡ് തെറാപ്യൂട്ടിക് യൂസ്. നമ്മൾ എന്താണോ ഡ്രഗ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ആക്ഷന് നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് സ്റ്റഡി വിൽ മെയിൻലി ഫോക്കസ് ഓൺ ദി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദി ഡ്രഗ്. ഏത് രീതിയിലാണ് ഡ്രഗ് ആക്ട് ചെയ്യുന്നതെന്ന് സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അഗെയിൻ ഫാർമക്കോളജിക്കൽ സ്റ്റഡി ക്യാൻ ബി ഡൺ ബൈ ഇൻവിട്രോ ആസ് വെൽ ആസ് ഇൻവൈവോ. അപ്പോൾ ഈ ഒരു പ്രൈമറി സ്റ്റഡീസിലൊക്കെ ഇൻവിട്രോ സാധാരണഗതിയിൽ ചെയ്യുക റേഡിയോ ലിഗാൻഡ് ബൈൻഡിങ് സ്റ്റഡീസ് യൂസ് ചെയ്തിട്ടാണ്. ഡ്രഗ് ആക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രഗിനെ നമ്മൾ റേഡിയോ ലിഗാൻഡ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഇൻവിട്രോ ആയിട്ട് ബോഡിക്ക് പുറത്ത് നമ്മൾ ചെയ്യുകയാണ്. ആ റിസപ്റ്ററിന് കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഡിയോ സിഗ്നൽസുകൾ വെച്ചിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻവൈവോ എന്ന് പറയുന്ന സമയത്ത് അനിമൽ മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് സെക്കൻഡറി റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിന്റെ കേസിൽ ഓവറോൾ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്, നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊപ്പോസ്ഡ് തെറാപ്യൂട്ടിക് യൂസ്. നമ്മൾ ഉദ്ദേശിച്ച ആക്ഷൻ മാത്രമല്ല, വേറെ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ റിലേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും അഗെയിൻ ഇൻവിട്രോ ആൻഡ് ഇൻവൈവോ ആയിട്ട് നടത്താം. ഇൻവിട്രോന്റെ കേസിൽ നോൺ ടാർഗറ്റ് സൈറ്റ്സിൽ ബൈൻഡിങ് ഓഫ് ഡ്രഗ് മോളിക്യൂൾസുകൾ ഉണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. ഇൻവൈവോന്റെ കീഴിൽ ജനറൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഇൻ അനിമൽ മോഡൽ, അതാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് സേഫ്റ്റി ഫാർമക്കോളജി. അപ്പൊ നമുക്ക് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി.
ഇനി നമ്മൾ നോക്കുന്നത് ടോക്സിക്കോളജിക്കൽ സ്റ്റഡിയാണ്. ടോക്സിക്കോളജിക്കൽ സ്റ്റഡി ഈ ഡ്രഗ് ടോക്സിക് ആണോ അല്ലെങ്കിൽ സേഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനെ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്നും വേണമെങ്കിൽ പറയാം. ഇതിനെ നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ പൊട്ടൻഷ്യൽ അൺഡിസൈറബിൾ ഫാർമക്കോഡൈനാമിക് എഫക്ട്സ് ഓഫ് ആൻ സബ്സ്റ്റൻസ് ഓൺ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഇൻ റിലേഷൻ ടു എക്സ്പോഷർ വിത്ത് തെറാപ്യൂട്ടിക് റേഞ്ച് ഓർ എബോ. അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോക്സിക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹയർ ഡോസിൽ കൊടുക്കുമ്പോൾ ഉള്ളതാണ്. പക്ഷെ നോർമൽ ഈ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിൽ നോർമൽ തെറാപ്യൂട്ടിക് റേഞ്ചിൽ ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം അതിന് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫാർമക്കോഡൈനാമിക് എഫക്ട്സുകൾ ഉണ്ട് എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് അനിമൽ മോഡൽസ് തന്നെ നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരും. എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അനിമൽ മോഡൽസ്, അതിൽ എത്രത്തോളം അതിൽ ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട്. സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് വി ഷുഡ് നോട്ട് കണ്ടക്ട് അറ്റ് ഡോസ് നോട്ട് ടു മച്ച് ഇൻ എക്സസ്. നോർമൽ ആയിട്ട് ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റിയിൽ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഡോസ് ആണോ കൊടുക്കുന്നത് അത്ര ഡോസിലെ നമ്മൾ ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യാൻ പാടുള്ളൂ. ഹയർ ഡോസിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ അതിന്റെ മുകളിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഡ്രഗിന്റെ എഫക്റ്റ് ബോഡിയിൽ കാണാം. മാക്സിമം സേഫ് കോൺസെൻട്രേഷൻ അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ടോക്സിക് എഫക്റ്റ് ആണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും തെറാപ്യൂട്ടിക് ഡോസിനേക്കാളും മുകളിൽ നമ്മൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ കേസിൽ പുതുതായിട്ട് ഒരു മോളിക്യൂൾസ് ഒക്കെ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ നോർമൽ ആയിട്ട് കൊടുക്കുന്ന ഡോസിൽ ഈ ഒരു പുതിയ ഡ്രഗ് നമ്മൾ കൊടുത്തു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതും അഗെയിൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഇൻ വിട്രോ ആസ് വെൽ ആസ് ഇൻ വൈവോ. ഇൻ വിട്രോന്റെ കേസിലാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ എഫക്ട് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നടത്തുന്നുണ്ടാവുക. ഇൻവൈവോന്റെ കേസിൽ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സാധാരണഗതിയിൽ അത് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഈ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സുകൾ യൂസ് ചെയ്തിട്ടാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇത് എത്രത്തോളം സേഫ് ആണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം എഫിക്കസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാം. CNS ലാണെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റി, ബിഹേവിയറൽ ചേഞ്ച്, കോർഡിനേഷൻ, ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഇൻ വൈവോ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ടൈഡൽ വോളിയം, ഹീമോഗ്ലോബിൻ, ഓക്സിജൻ സാച്ചുറേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റഡി നടത്തും. ഓക്കെ, ഇനി ഒരു പുതുതായിട്ട് ഒരു ഡ്രഗ് കണ്ടെത്തുന്ന സമയത്ത് നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തുമ്പോൾ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നിർബന്ധമല്ലാത്ത കുറച്ച് സമയങ്ങളുണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു പുതിയ ഡ്രഗ് കണ്ടെത്തി, ആ ഡ്രഗ് കണ്ടെത്തിയതിന് നിർബന്ധമായിട്ടും സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തേണ്ടതാണ്. പക്ഷെ ചില കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വീണ്ടും ഈ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി പെർഫോം ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ടു ബി യൂസ്ഡ് ഇൻ ലോക്കൽ ആപ്ലിക്കേഷൻ, അപ്പൊ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നില്ല, പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ we don't have to perform the safety pharmacological study പുറത്ത്, കാരണം സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഇല്ലാത്ത ഡ്രഗ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് ഇഫ് ദ ഫാർമക്കോളജി ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് ഈസ് വെൽ നോൺ, അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തു വരുന്ന സമയത്ത് ഓൾറെഡി അറിയുന്ന ഒരു ഡ്രഗ് ആണ്, ഫാർമക്കോളജിക്കൽ ഡ്രഗ് ആണ്. പക്ഷെ നമ്മൾ പുതുതായിട്ട് ഒരു ഫോർമുലേഷൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് നമുക്ക് അറിയുന്ന ഒരു ഫാർമക്കോളജിക്കൽ ഡ്രഗ് ആണ്. പക്ഷെ അതിന്റെ ഇതുവരെ ഇല്ലാത്ത പുതിയ ഒരു ഫോർമുലയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിന്റെ ആവശ്യമില്ല, കാരണം അതിന്റെ ഫാർമക്കോളജി വെൽ നോൺ ആണ്. ദെൻ സിസ്റ്റമിക് അബ്സോർപ്ഷൻ, ഇഫ് ദ സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഈസ് വെരി ലോ, അത് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിസ്റ്റമിക് അബ്സോർപ്ഷൻ, ബ്ലഡിലോട്ടുള്ള അബ്സോർപ്ഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആവശ്യമായിട്ട് വരുന്നില്ല. Now, in case of a new derivative having similar pharmacokinetic and pharmacodynamics, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ ചെറിയ ഫങ്ഷണൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ലിഗാൻഡിലൊക്കെ മാറ്റമുള്ള രീതിയിൽ പുതിയൊരു ഡെറിവേറ്റീവ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഒരു മോയിറ്റി എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ആൻഡ് if the biological derived product that achieve highly specific receptor binding, ആ സമയത്തും നമുക്ക്
ഈ ഒരു സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ സേഫ്റ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ടോക്സിക്കോളജിക്കൽ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് നോക്കി, അതിന് പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തി. ഇനി സേഫ്റ്റി ഫാർമക്കോളജി നടത്തി, നോർമൽ ഡോസിൽ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള അൺഡിസൈറബിൾ എഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് നോക്കി. ഇനി ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസും കൂടി നടത്തുന്നുണ്ട്. കാരണം ഈ ഡ്രഗ് എത്രത്തോളം ഡോസ് കൂട്ടുന്ന സമയത്താണ് ഈ ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ വി ഹാവ് ടു ടെസ്റ്റ് ടു ടൈപ്പ് ഓഫ് ടോക്സിക്കോളജിക്കൽ സ്റ്റഡി. ഫസ്റ്റ് വൺ ഈസ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി. ഒരു സിംഗിൾ ഡോസിൽ തന്നെ ഹയർ ഡോസ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ടോക്സിക് എഫക്റ്റ് എന്താണ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഒരു സെയിം ഡോസ്, തെറാപ്യൂട്ടിക് ഡോസ് തന്നെ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടോക്സിസിറ്റി സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി. ഇങ്ങനെ അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ് നമ്മൾ നടത്തുന്ന സമയത്ത് ഇത് എവിടെയാണ് നടത്തുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിലാണ്. നമ്മൾ ഇപ്പോഴും ക്ലിനിക്കിൽ എത്തിയിട്ടില്ല, അതായത് ഹ്യൂമനിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ നടത്തുന്ന അനിമൽസിലാണ്. അപ്പൊ അനിമൽസിൽ നടത്തുന്ന സമയത്ത് ഹ്യൂമനിൽ ഏത് റൂട്ടിലാണോ ഡ്രഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഹ്യൂമനിൽ ഏത് റൂട്ടിലാണോ ഡ്രഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സെയിം റൂട്ടിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷ്യസ് ഉള്ള അനിമൽസിൽ നമ്മൾ ടോക്സിസിറ്റി സ്റ്റഡീസ് നടത്തണം. അതിൽ മൈസ്, റാറ്റ്, ഇങ്ങനെയുള്ള റോഡന്റ് ടൈപ്പ് മൈക്രോ ഓർഗാനിസത്തിലൊക്കെ, മൈക്രോ അല്ല അനിമൽസിലൊക്കെയാണ് നമ്മൾ അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോ ഒന്ന് ഒറ്റ കാര്യമാണ്, ഹ്യൂമനിൽ ഏത് റൂട്ടിലാണോ ഓറൽ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അനിമൽസിലും അതേ റൂട്ടിൽ രണ്ട് സ്പീഷ്യസിൽ ഓറൽ റൂട്ടിൽ നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ട് എത്രത്തോളം ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മോർ ദാൻ വൺ റൂട്ട് ഉണ്ടെങ്കിൽ സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് റൂട്ടിലും കൂടി കൊടുക്കുക. അതായത് ഈ ഡ്രഗ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. സോ ആഫ്റ്റർ അഡ്മിനിസ്ട്രിങ് ദിസ് കൈൻഡ് ഓഫ് ന്യൂലി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം we will look for the mortality. അതായത് അനിമൽ ഡെഡ് ആവുന്നുണ്ടോന്ന് 72 അവേഴ്സ് വരെ, പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 72 അവേഴ്സ് വരെ മോർട്ടാലിറ്റി ഉണ്ടോ നോക്കും. അതല്ല ഓറൽ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7 ഡേയ്സ് വരെ മോർട്ടാലിറ്റി. ഈ 7 ദിവസത്തിനുള്ളിൽ അത് ഓറൽ ആയിട്ട് കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ അത് മോർട്ടൽ അല്ലെങ്കിൽ ഡെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാവ് സം ടോക്സിക് എഫക്ട്. പാരന്റൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് വിത്തിൻ 72 അവേഴ്സിനുള്ളിൽ അനിമൽ ഡെഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഹാവൻസ് ടോക്സിക് എഫക്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്ന ടോക്സിക് എഫക്ട്, സിംറ്റംസ് എന്താണ്, അതിന്റെ സൈൻസ് എന്താണ്, അതിന്റെ മോഡ് ഓഫ് ഡെത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളപ്പോൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ, അനിമൽ സ്റ്റഡീസിൽ, ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡി ആവുന്ന സമയത്ത് നമ്മൾ ലോങ് പീരിയഡിലാണ് സാധാരണഗതിയിൽ ഈ ഒരു ടെസ്റ്റ് നടത്തേണ്ടത്. ഇങ്ങനെയുള്ള ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഇൻ 2 മമാലിയൻ സ്പീഷീസ്. അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി നമുക്ക് മമാലിയൻ സ്പീഷീസിൽ നടത്തണമെന്നില്ല, പക്ഷേ ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡി നിർബന്ധമായിട്ടും മമാലിയൻ സ്പീഷീസിലുള്ള ഏതെങ്കിലും അനിമൽസിൽ തന്നെയാണ് നടത്തേണ്ടി വരിക. ഓക്കെ, അതിൽ ഒന്ന് നിർബന്ധമായിട്ടും നോൺ റോഡന്റ് ടൈപ്പ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കും വേണം. നോൺ റോഡന്റ് ടൈപ്പ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കും വേണം. ഇനി ഇതിനുള്ള ഡ്യൂറേഷൻ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലിനിക്കൽ ട്രയലിനുള്ള പെർമിഷൻ എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു ഡ്രഗ് അല്ലെങ്കിൽ സ്പീഷ്യസിന് ഡ്രഗ് എങ്ങനെയാണ് മെറ്റബോളൈസ് ചെയ്യുന്നത് എന്നുള്ളത് നോൺ ആണെങ്കിൽ, ഇപ്പോ ഹ്യൂമനിൽ ഈ ഡ്രഗ് എങ്ങനെയാണോ മെറ്റബോളൈസ് ചെയ്യുന്നത് അതേ രീതിയിലുള്ള മെറ്റബോളിസം ആണ് ആ സ്പീഷീസിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആ ഡാറ്റ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിലാണ് യൂഷ്വലി നമ്മൾ ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡീസിൽ പ്രിഫർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ് ഫോർ മിനിമം ഓഫ് 7 days a week by route intended for clinical use in human. ഹ്യൂമനിൽ ഏതാണോ റൂട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് അതേ റൂട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡീസ് നടത്തുക. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്റ്റഡി എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്തും നമ്മൾ അവിടെ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യാറുണ്ട്.
കൺട്രോൾ അനിമൽസ് യൂസ് ചെയ്യും. അവിടെ നമ്മൾ സാധാരണഗതിയിൽ വെഹിക്കിൾ മാത്രമേ കൊടുക്കുള്ളൂ. അതായത് നമ്മളെ ഡ്രഗ് ഏത് സൊല്യൂഷനിലാണോ മേക്കപ്പ് ചെയ്യുന്നത് ആ സൊല്യൂഷൻ മാത്രമുള്ളതാണ് കൺട്രോൾ ഗ്രൂപ്പിന് കൊടുക്കുക. കാരണം കുറച്ച് മൈക്രോ അനിമൽസിന് ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ആ നമ്മളെ യൂസ് ചെയ്യുന്ന വെഹിക്കിളിന്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള 3 ഗ്രൂപ്പിനെ നമ്മൾ ഗ്രേഡഡ് ഡോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 3 ഗ്രേഡഡ് ഡോസ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്നുള്ള ലോവസ്റ്റ് ടു ഹയസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നിലും ആ 3 ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ നോക്കുകയാണ് ചെയ്യുക. അതില് ഹയസ്റ്റ് ഡോസിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ടാവണം, ലോവസ്റ്റ് ഡോസിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദേ ഷുഡ് ഹാവ് സം തെറാപ്യൂട്ടിക് ഡോസ്, അല്ലെങ്കിൽ ഇന്റൻഡഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഡോസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളതും കൺട്രോളിന് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത അനിമൽസിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടായിട്ടുള്ളതൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഗ്രൂപ്പിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടോക്സിക്കോളജിക്കൽ അപ്രോച്ചസ് ടു ദ ഡ്രഗ് ഡിസ്കവറി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് 3 രീതിയിലുള്ള നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഡ്രഗ് ഡെവലപ്മെന്റ് ഇൻ സിലിക്കോൺ, ഇൻ വിട്രോ ആൻഡ് ഇൻ വൈവോ. ഇനി ഈ ഇൻ വിട്രോ ഇൻ വൈവോ തന്നെ എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ടാണോ, സെലക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണോ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ, അതെല്ലാം ടോക്സിസിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതിനനുസരിച്ച് ഇൻ വിട്രോ ഇൻ വൈവോ സ്റ്റഡീസുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത് പറയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെന്റ്സ് ആൻഡ് സം ഇൻട്രൊഡക്ഷൻ ടു ദ regulatory requirement of drug approval.